Volkswagen India has announced a new product to the Indian market. Volkswagen Tyrone. റീസെന്റ് അതിന്റെ ലോഞ്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒഫീഷ്യൽ ഡ്രൈവ്സും കാര്യങ്ങളും എല്ലാം എല്ലാ ചാനൽസും ചെയ്യുന്നതേ ഉള്ളൂ. അറ്റ് ദാറ്റ് ടൈം വി ആർ ട്രൈങ് ടു ഗിവ് അവർ ഇൻസൈറ്റ്സ് അബൌട്ട് Volkswagen Tyrone. So we all are fans of German SUVs, right? ജർമ്മൻ എസ്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഓഡി Q7 ആൻഡ് പോർഷെ കൈൻ. അറ്റ്ലീസ്റ്റ് ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ വോക്സ്വാഗൻ ഗ്രൂപ്പ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്ന SUV അല്ല ടൈറോൺ. They had launched their Touareg model, which is a global model, in 2009 and 2012. അത് വോക്സ്വാഗണും ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്ന ഒരു എറ ആയിരുന്നത് കൊണ്ടും ആൻഡ് ദാറ്റ് കാർസ് വർ CBU ആൻഡ് പ്രിറ്റി എക്സ്പെൻസീവ് അറ്റ് ദാറ്റ് ടൈം ഇറ്റ് സെൽഫ്. അതായത് ഒരു 2009 സമയത്ത് ഐ തിങ്ക് ഇറ്റ്സ് ഹാവിംഗ് എൻ എക്സ്ട്രോറൂം പ്രൈസ് ഓഫ് 60 lakh rupees or something. ഫോർ എ കമ്പാരിസൺ, അന്ന് ഫോർച്യൂണർ മാർക്കറ്റിൽ വരുമ്പോൾ അതിന് ഫോർച്യൂണർ അറൌണ്ട് ഒരു 15 to 18 lakhs ഉള്ളപ്പോൾ ടൊറേക്ക് വാസ് ഹാവിങ് എ പ്രൈസ് ഓഫ് 60 lakhs. സോ ടൊറേക്ക് വളരെ റെയർ ആയിട്ടുള്ളൊരു കാറായിരുന്നു ഈ ഒരു പ്രൈസിങ് എലമെന്റ് കൊണ്ടും, ആസ് വെൽ ആസ് വോക്സ്വാഗൻ ഗ്രൂപ്പ് ഇന്ത്യയിലേക്ക് ആളുകളെല്ലാം അറിഞ്ഞു വന്നുകൊണ്ടിരുന്ന സമയത്തായതുകൊണ്ടും അത്രയും ഒരു സ്പെൻഡ് ആരും കൊടുക്കാനായിട്ട് വാട്ട് CBU ആയിരുന്നു ഓർ അതിലേക്ക് ആരും അത്ര സ്പെൻഡ് ചെയ്യാനായിട്ട് വില്ലിങ് ആയിരുന്നില്ല. സോ ഇറ്റ് ബിക്കം എ ഫെയിലിയർ എന്നും പറയാൻ പറ്റില്ല, ഈവൻ ദോ ഇറ്റ് വാസ് നോട്ട് എ സക്സസ്. അതാണ് എൻ്റെ ഒരു എക്സാക്ട് കണ്ടീഷൻ. സോ ആഫ്റ്റർ ദാറ്റ് കുറെ നാൾ കഴിഞ്ഞ് വോക്സ്വാഗൺ നമുക്ക് ഒരു ടിഗ്വാൻ തന്നു. ആൻഡ് ടിഗ്വാൻ 2 liter TDI ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് കാർ. അത് ഒരു ആപ്പ് സൈസ് ആസ് വെൽ ആസ് ഒരു ആപ്റ്റ് കാർ ഫോർ ഇന്ത്യൻ മാർക്കറ്റ് ആയിരുന്നു. ദെൻ അവർ അതിൽ തന്നെ ഡീസൽ പോയതിനു ശേഷം ദേ ഗിവൻ ആൻ അപ്ഡേറ്റ് വിത്ത് 2 more seats ആസ് ടിഗ്വാൻ ഓൾ സ്പേസ്. ആൻഡ് ടിഗ്വാൻ ഓൾ സ്പേസ് വാസ് ഇൻ മാർക്കറ്റ് ടിൽ 2021 ഐ ഗെസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യൻ കൺസ്യൂമേഴ്സ് അതിന് അത്ര കാര്യമായിട്ട് സ്വീകരിച്ചിട്ടില്ല. കാരണം ഇറ്റ്സ് എ റയർ സൈറ്റ്. ടൊറേക്കിന്റെ അത്ര റയർ അല്ല, ബട്ട് ഇറ്റ്സ് എ റയർ സൈറ്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ വോക്സ്വാഗൺ ഇന്ത്യ ഹാസ് ഡിസൈഡഡ് ടു ലോഞ്ച് their new model Tyrone to the Indian market. Tiguan ഇപ്പോൾ റീസെന്റ് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. ഇൻ അഡീഷൻ വിത്ത് ദാറ്റ് ദേ ആർ ലോഞ്ചിങ് their Tyrone. ആൻഡ് അബൌട്ട് ടൈറോൺ എന്ന് പറയുന്നൊരു നെയിം നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിലും 2018 ചൈനീസ് മാർക്കറ്റിൽ വോക്സ്വാഗൺ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു 7-seater SUV ആണ് ടൈറോൺ എന്ന് പറയുന്നത്. ആൻഡ് നൗ വി ആർ ഗെറ്റിംഗ് ദ തേർഡ് ജനറേഷൻ ഓഫ് ടൈറോൺ ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ്. ടൈറോൺ ഇസ് ജസ്റ്റ് അനദർ ടിഗ്വാൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ബിക്കോസ് മെക്കാനിക്കലി ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് എനി ഡിഫറൻസ്. നമുക്ക് കുറച്ചു നാൾ മുമ്പ് ഒരു മാർക്കറ്റ് ട്രെൻഡ് ഉണ്ടായിരുന്നു. അതായത് ഇൻഡിക്ക ഇൻഡിഗോ, എറ്റിയോസ് ലീവ, സ്വിഫ്റ്റ് ഡിസയർ, ബ്രിയോ അമേസ്, അങ്ങനത്തെ ഒരു ട്രെൻഡ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇപ്പൊ കണ്ടുവരുന്ന SUVസിലാണ്. അതായത് കോമ്പസ് മെറീഡിയൻ, ഹാരിയർ സഫാരി, ഹെക്ടർ പ്ലസ്, അങ്ങനത്തെ ഒരു ട്രെൻഡിൽ തന്നെ പോകുന്ന രണ്ട് വണ്ടികളായിട്ട് നമുക്ക് കൂട്ടാം ടിഗ്വാൻ ആൻഡ് ടൈറോൺ. ഇപ്പോൾ വോക്സ്വാഗൺ ഗ്രൂപ്പിന്റെ SUV സെഗ്മെന്റ്സ് എല്ലാം തന്നെ on their nomenclature, it is starting with T and ending with N, as well as Skoda ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്കോഡയ്ക്ക് K and Q ആണ് അവരുടെ nomenclature. So Volkswagen Tyrone is having an MQB platform, which is a global platform. അതിന്റെ തന്നെ Evo എന്ന് പറയുന്ന ഒരു ജനറേഷനിലാണ് ഈ ടൈറൺ നമുക്ക് ലോഞ്ച് ആയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് കമ്മിങ് ആസ് എ CKD, ഇറ്റ്സ് നോട്ട് എ CBU. അതുകൊണ്ട് തന്നെ പ്രൈസിങ് ഒരുപാട് ഹൈ ആയിരിക്കുന്ന ഒരു ചാൻസ് ഇല്ല. Like when they launched their T-Roc actually ഒരു നല്ല വണ്ടിയാണ്, but the pricing was too much just because of it has been a CBU model. അങ്ങനെ ഒരു കണ്ടീഷനിൽ ടൈറൺ മാർക്കറ്റ് കോങ്കർ ചെയ്യോ എന്നൊന്നും അറിയില്ല, ബട്ട് ഇറ്റ് വിൽ ഹാവ് എ സെൻസിബിൾ കസ്റ്റമർ ബേസ്. ടിഗ്വാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ടിഗ്വാനെ വാങ്ങുള്ളൂ. ദേ വോണ്ട് ഗോ ഫോർ എനി കോമ്പറ്റീഷൻ ഓർ കമ്പാരിസൺ. അങ്ങനെ ഒരു വലിയൊരു പെർക്ക് വോക്സ്വാഗൺ ഇന്ത്യക്ക് ഉണ്ട്. So coming to Tyrone Indian version, what all are the key features which is making a Tyrone special? Tyrone is going to have a E8888 2-liter 4-cylinder engine which is having 201 bhp as well as 320 Nm of torque, and it is mated to a 7-speed DSG wet clutch. Tyrone in India is getting an R-line,
ഓൾസോ ഇൻ ഓൾ വീൽ ഡ്രൈവ്. ഫോർമോഷൻ എന്ന് പറയുന്ന വോക്സ്വാഗന്റെ ഓൾ വീൽ ഡ്രൈവ് വേരിയന്റിലാണ് ടൈറൺ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. ഇറ്റ് ഇസ് ഗോയിങ് ടു ബി മോർ പ്രാക്ടിക്കൽ ദാൻ എ Tiguan with its additional 2 seats. And there is some negatives for the Tayron because of its placement. D segment SUV-ലേക്കാണ് അത് പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ there is only one player which is a prominent one, that is Toyota Fortuner. There are some other names too in the segment, but അത് അത്ര നമ്മൾ ആരും തന്നെ ശ്രദ്ധിക്കാത്ത കുറച്ച് vehicles ആണ്. For example, Nissan X-Trail. Pricing is not declared yet, but it seems to be priced along with the Fortuner. So, what is special about the 7-speed DSG transmission in the Volkswagen Tayron? It is having a wet clutch. ഇപ്പോൾ ഡി എസ് ജി ട്രാൻസ്മിഷൻ നമ്മൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അതിനോട്ടൊരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. ബട്ട് പേഴ്സണലി ഐ ഹാവ് സം നെഗറ്റീവ് എക്സ്പീരിയൻസ് വിത്ത് ഡി എസ് ജി ട്രാൻസ്മിഷൻ. അത് ട്രാൻസ്മിഷന്റെ പ്രശ്നമോ വോക്സ്വാഗന്റെ പ്രശ്നമോ ഒന്നുമല്ല. നമ്മുടെ ഇന്ത്യൻ റോഡ്സിലെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്. വോക്സ്വാഗൻ ഗ്രൂപ്പ് നമുക്ക് പോളോയിലും ജെറ്റയിലും വെൻഡോയിലും എല്ലാം തന്നെ തന്നിരുന്ന ഡി എസ് ജി ഗിയർ ബോക്സ് വാസ് എ ഡ്രൈ ക്ലച്ച് ആൻഡ് ഇറ്റ് വാസ് എ സീൽഡ് ബോക്സ്. സോ ഈ ഡ്രൈ ക്ലച്ച് നമ്മുടെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ ഓവർ ഹീറ്റ് ആകുന്നൊരു ഇഷ്യൂ ഉണ്ട്. സോ വെൻ വി യൂസ് ഇറ്റ് ആസ് എ ഡെയിലി ഡ്രൈവർ അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഐ ഹോപ്പ് ടൈറോൺ വിൽ ബി എ സിറ്റി ഡ്രൈവർ മെജോറിറ്റി ഓഫ് ഇറ്റ്സ് ടൈം. Volkswagen had done a brilliant job by giving the 7-speed DSG wet clutch. വെറ്റ് ക്ലച്ച് വരുന്ന ഡി എസ് ജി മോർ റിലയബിൾ ആയിരിക്കും, മോർ സ്മൂത്ത് ആയിരിക്കും, ആസ് വെൽ ആസ് ഈ പറയുന്ന ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ അതിന് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു മാർക്കറ്റ് പഠിച്ചിട്ട് ഉള്ള വോക്സ്വാഗന്റെ അറ്റംപ്റ്റ് ആണ് ഗിവിംഗ് ദ ടൈറോൺ 7-speed DSG വെറ്റ് ക്ലച്ച്. ആൻഡ് ദ EA888 എഞ്ചിൻ, അത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു TSI എഞ്ചിനാണ്. But in addition with that, Tayron is having a 4Motion, which is the all-wheel drive, and it is a detuned version of the engine which is present in the Golf. നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഗോൾഫിന്റെ സെയിം എഞ്ചിൻ, ബട്ട് കുറച്ച് ഡീറ്റ്യൂൺഡ് ആണ്. വി നീഡ് ടു സീ അതിന്റെ ഡ്രൈവും കാര്യങ്ങളും വന്നാൽ മാത്രമേ വി ഓൾ കം ടു നോ എത്രത്തോളം ആ എഞ്ചിൻ ഫോർ എ ബിഗ് കാർ ലൈക്ക് ടൈറോൺ എഫിഷ്യന്റ് ആണ് എന്നുള്ള കാര്യം. And I am also eagerly waiting to drive the car. So, these are my insights about the all-new Volkswagen Tayron. We'll drive it and update with a proper review of Volkswagen Tayron Indian spec.